സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ഇന്ത്യയിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ? അത്തരത്തിലൊരു വാർത്തയല്ല കൊൽക്കത്തയിൽ നിന്നും വരുന്നത്. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരു ഡോക്ടറിന് ഇങ്ങനെ സംഭവിക്കുന്നത്. 2015 IMA നടത്തിയ ഒരു സ്റ്റഡി ഉണ്ട്. അതിൽ ഇന്ത്യയിലെ 75% ഡോക്ടേഴ്സും അവരുടെ വർക്ക് പ്ലേസിൽ ഇത്തരം വയലൻസുകൾ ഫേസ് ചെയ്യുന്നവരാണ്. അതിൽ 12% ഡോക്ടേഴ്സിന് ഫിസിക്കൽ അറ്റാക്ക് വരെ കിട്ടിയിട്ടുണ്ട്. കൊൽക്കത്തയിൽ മാത്രമല്ല കേരളത്തിലും PG ഡോക്ടേഴ്സിനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നിരവധിയായിട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അവിടുത്തെ ഹൗസ് സർജൻ ആയിരുന്ന ഡോക്ടർ വന്ദന ദാസ് ആരെന്ന് പോലും അറിയാത്ത ഒരു പ്രതി പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ആ ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയത്. അടുത്ത ഒരു റീസെന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ മെറി ഫ്രാൻസിസ് ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആ ഡോക്ടറുടെ അബ്ഡോമനിൽ ചവിട്ടി വീഴ്ത്തിയതിനെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ വന്ദന ദാസിന്റെ മരണത്തിന് ശേഷം ആയിക്കോട്ടെ അതിന് മുമ്പായിക്കോട്ടെ നിരവധിയായ ഡോക്ടർമാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഒരു ക്രൈം നടന്നതിന് ശേഷമാണ് ഇത്തരം പ്രതികൾക്കുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. ക്രിമികൾക്ക് ശിക്ഷ കൊടുക്കുന്നതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ചെയ്യേണ്ടത് അവർക്കൊരു സേഫസ്റ്റ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് കൊടുക്കുക എന്നതാണ്.